യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗമാണ് ധ്യാനിക്കുന്നത്. 1 John chapter 3 verse 8, അതിൻ്റെ ഒടുവിലത്തെ ഭാഗം. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിൽ പ്രത്യക്ഷമായതിൻ്റെ ഉദ്ദേശത്തെ വേദപുസ്തകത്തിൻ്റെ വിവിധ താളുകൾക്കകത്ത് പരിശുദ്ധാത്മാവ് കുറിച്ചിട്ടുണ്ട്. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലൻ, ക്രിസ്തുവിൻ്റെ മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ വെളിപ്പെടുത്തുകയാണ്, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. സ്തോത്രം. പിശാച് എവിടെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ ആ മേഖലയിലൊക്കെ അഴിവ് തന്ന് നിന്നെ അനുഗ്രഹിക്കാനാണ് കർത്താവ് പ്രത്യക്ഷനായത്. പിശാച് തന്ത്രശാലിയാണ്. 3-ാം സ്വർഗം വരെ പോയ പൗലോസ്ലീഹ പറയുക, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അപ്പം സാത്താൻ തോൽപ്പിക്കാൻ എന്തുണ്ട്? സാധ്യതയുണ്ട്. അതുകൊണ്ട് പൗലോസ് എഴുതുക, ആ സാത്താൻ നിങ്ങളെ എന്ത് ചെയ്യാൻ പാടില്ല? തോൽപ്പിക്കാൻ പാടില്ല. സ്തോത്രം. കാര്യം അതിൻ്റെ അർത്ഥം എന്തുവാ? നിങ്ങളെപ്പോഴും ജയിച്ചിരിക്കണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. അപ്പം സാത്താൻ നമ്മളെ എന്ത് ചെയ്യരുത്? തോൽപ്പിക്കരുത്. തോറ്റോന്ന് ചോദിച്ചാൽ ചിലർ തൊപ്പിയിട്ട് കിടക്കുക. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, നീ തോക്കരുത്, ശത്രുവാ തോക്കണ്ടേ. അപ്പം സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് പറയാം, അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അതിനർത്ഥം എന്തുവാ? അവൻ നിന്റെ കുടുംബത്തെ തോൽപ്പിക്കുന്നത് നിന്റെ വീട്ടിൽ ബോംബിട്ടൊന്നുമല്ല, ചെറിയ ചെറിയ സാത്താന്യ തന്ത്രങ്ങൾ. സ്തോത്രം. ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഒരു തന്ത്രം ഇട്ടാൽ മതി, ഒരായുസ് മുഴുവൻ നിന്നടിച്ചോളൂ. കല്യാണമൊക്കെ നടത്തുമ്പം ഞങ്ങൾ പുരുഷനോടും സ്ത്രീയോടും പറഞ്ഞു കൊടുക്കണം, നമ്മുടെ സഭ വലുതായതുകൊണ്ട് എല്ലാ ആഴ്ചയും 2-3 കല്യാണം കാണും. ഇഷ്ടംപോലെ കല്യാണം നടത്തി ഇവിടുത്തെ പാസ്റ്റർമാരൊക്കെ എന്നും കല്യാണം നടത്താം. കല്യാണം നടത്തുമ്പോൾ ഭാര്യയോടും ഭർത്താവിനോടും പറയുന്നൊരു കാര്യമുണ്ട്. ഭാര്യമാരോട് ഞാൻ സഭായോഗത്തിലും പറയുക, ഒരു ഭർത്താവിൻ്റെ അകത്ത് ഒരു രാജാവും ഉണ്ട്, ഒരു യോദ്ധാവും ഉണ്ട്. രാജാവും ഉണ്ട്, യോദ്ധാവും ഉണ്ട്. യോദ്ധാവിനെ ഉണർത്തുവാന്നേ ഒരു ജന്മം മുഴുവൻ അടിയാണ്. പക്ഷെ രാജാവിനെ ഉണർത്തിയാൽ രാജ്ഞിയായിട്ട് എന്നും ജീവിക്കാം. ആരെ ഉണർത്തണമെന്നും നിങ്ങൾ തീരുമാനിച്ചോണം. പോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നൊരു സാരത്തിലേക്ക് വരിക. അപ്പം സാത്താൻ ഭയങ്കര തന്ത്രശാലിയാണ്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് എന്തെങ്കിലും സാത്താന്യ തന്ത്രം കിടന്ന് കളിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുക, അതിനെ അഴിക്കാനാണ് ഞാൻ പ്രത്യക്ഷനായത്. ഇനി ബൈബിളിൽ പറയുന്നൊരു വെളിപ്പാടാണ്, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം. പിശാചിൻ്റെ തന്ത്രങ്ങളോട് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ പിശാച് എന്ന് ശാസിച്ചുകൊണ്ട് നടക്കുവല്ല. പിശാചിന് നീ ഒരു ഭീഷണിയാകണമെങ്കിൽ നിന്റെ ഹൃദയം വചനത്തിൻ്റെ സമൃദ്ധിയാൽ നിറയണം. ഒരു ദൈവവൈദ്യൻ്റെ ഹൃദയം ദൈവവചനത്തെ, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. ചിലരെയൊക്കെ പിശാചിന് ഭയങ്കര ഭയമാണ്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഭൂതം പോലും, പിശാച് പോലും ഒരിക്കൽ ചോദിച്ചു, ഒരു സ്കേവാ പുരോഹിതൻ്റെ പിള്ളേർ ഒരു കൊടിയ ഭൂതത്തിൻ്റെ അടുക്ക ചെന്ന് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ പറഞ്ഞു. അവനെ ഭൂതം ഈ സ്കേവാ പുരോഹിതൻ്റെ പിള്ളേരോട് പറയുക, ദേ യേശുവിനെ അറിയാം, പൗലസിനെ നല്ല പരിചയമുണ്ട്, നമ്മൾ ആരാന്നൊരു പിടിയില്ലല്ലോ. കേട്ടോ? അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, പല ഭൂതങ്ങൾക്കും പല പിശാചുക്കൾക്കും ദൈവത്തിൻ്റെ സ്തോത്രം ആമീൻ ശുശ്രൂഷകന്മാരെ അറിയാം. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാം, സാത്താൻ കീഴടക്കുന്നത് തന്ത്രപരമായിട്ടാണ്. നല്ലൊരു ഉയർച്ചയിൽ നിൽക്കുമ്പോൾ നിന്നെ തന്ത്രപരമായി കീഴടക്കാൻ പോകും. അപ്പോൾ 1-ാമത്തെ സന്ദേശം, നിന്റെ ഹൃദയം വചനത്തിൻ്റെ സമൃദ്ധി വിട്ടുപോകരുത്. ഹലോ, ഒന്ന് കൈ കൊടുത്ത് പറ, വചനത്തിൻ്റെ സമൃദ്ധി വിട്ടുപോകരുതെന്ന് പറ. ഞാൻ വേദപുസ്തകത്തിലെ ഒരു വാക്യം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കാം. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കി. സാത്താന്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ് നമ്മുടെ ഹൃദയങ്ങളെ കീഴടക്കുക. എന്താണ്? ഹൃദയങ്ങളെ കീഴടക്കുക. സ്തോത്രം. നിങ്ങളുടെ ഹൃദയം ഒരു കാരണവശാലും പൈശാചിക ചിന്തകൾ കീഴടക്കരുത്. പൈശാചികമായ സ്തോത്രം അവസ്ഥകൾ ഒന്നും കീഴടക്കരുത്. പ്രസംഗിച്ച് വരുമ്പം കുറച്ചുകൂടെ വെളിപ്പെടുത്തി തരാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്താ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 5 ഒരു വലിയ ഉണർവ് നടക്കുക, ഒരു വലിയ റിവൈവൽ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അല്ലേ? ഉണർവ് എല്ലാവർക്കും ഉണർവ് ഇഷ്ടമാണെന്ന് പറയുന്നവരെന്ന് കൈവോക്കി പിടിച്ചേ. എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഉണർവ്. നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക ഒരു ഉണർവ് ഉടനെ ഉണ്ടാകാനായിട്ട്. ഹല്ലേലൂയ. ഉണർവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ?
ഉണർവെന്ന് പറഞ്ഞാൽ എന്താ പറയുക? ജനം പാപബോധത്തോടെ കൂട്ടത്തോടെ ദൈവത്തോട് അടുക്കുന്നതാ ഉണർവ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഉണർവെന്ന് പറഞ്ഞ വലിയൊരു കൂട്ടം കർത്താവിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ഉണർവ്. ഒരു ദേശം മുഴുവൻ രക്ഷിക്കപ്പെട്ടു, അത് ഉണർവാണ്. ഞാനൊരു കാര്യം വിശ്വസിക്കുന്നൊരു വലിയ റിവൈവൽ ഉടനെ ഉണ്ട്. ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു വലിയ റിവൈവൽ നടന്നു. റിവൈവൽ എന്ന് പറയുക, പെന്തിക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് രംഗപ്രവേശനം ചെയ്ത് ഏതാ? രണ്ടാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പത്രോസ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു സ്വർഗത്തിൽ പോയി പിതാവിനോട് പരിശുദ്ധാത്മാവിനെ വാങ്ങി നിങ്ങൾക്ക് പകർന്നു തന്നതാണ്. അപ്പോൾ പുത്രൻ പോയി പിതാവിൻ്റെ നിന്ന് വാങ്ങിച്ച് പകർന്നു തന്നതാണ് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ്. അതെന്നിറങ്ങി? പെന്തിക്കോസ് നാളിൽ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. പെന്തിക്കോസ് നാളിൽ ഇറങ്ങിയ ഉടനെ നിങ്ങൾ ശ്രദ്ധിക്കണേ, പ്രാർത്ഥിക്കാനിരുന്നപ്പം, ഉണർവ് പറയുക, പ്രാർത്ഥിക്കാനിരുന്നപ്പം 120 പേരെ ഉള്ളായിരുന്നു. പ്രാർത്ഥിക്കാനിരുന്നപ്പം യോഗം കഴിഞ്ഞപ്പോൾ 3000 പേര് സ്നാനപ്പെട്ടു. എത്ര? ഞാൻ ചുമ്മാ ചോദിക്കുവാണേ, 3000 പേര് ഇപ്പോഴത്തെ കേരളത്തെ സ്ഥിതിയിൽ സ്നാനപ്പെടണമെങ്കിൽ എത്ര പേര് യോഗത്തിന് വരണം? പറ. ഞാൻ പറയുക, ഒരു 3 ലക്ഷം വന്നാലേ 3000 എന്ത് ചെയ്യത്തുള്ളൂ? ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. ചിലർ പറയും യോഗത്തിന് വന്ന എല്ലാവരും കൂടെ ഉണ്ടായിരുന്ന സഭ നിറഞ്ഞേനെ, എല്ലാവരും ഉണ്ടേ നിറഞ്ഞേനെ, പക്ഷെ എല്ലാവരും വരത്തില്ല. എൻ്റെ കാരണം പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രൻ്റെ അടുക്കൽ. എനിക്ക് ആഗ്രഹമാണ് എൻ്റെ ചേട്ടൻ വിശ്വാസത്തിൽ വരണം, എനിക്ക് ആഗ്രഹം എൻ്റെ പെങ്ങന്മാർ വിശ്വാസത്തിൽ വരണം, എനിക്ക് ആഗ്രഹം എൻ്റെ ഉപ്പാപ്പൻ വിശ്വാസത്തിൽ വരണം, എനിക്ക് ആഗ്രഹം എൻ്റെ കൂടെ പഠിച്ച ഒരു വിശ്വാസി മാറ്റണം. പക്ഷെ പിതാവ് ആകർഷിക്കാതെ വരികയല്ല. മിണ്ടുന്നില്ല. ആരൊക്കെ ഇതൊക്കെ രക്ഷിക്കപ്പെട്ടില്ല ഓർത്തോണം. നിന്നെ പിതാവ് ആകർഷിച്ചോണ്ടാണ് ഇന്നിവിടെ പ്രാർത്ഥനയ്ക്ക് വന്നേ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിന്നെക്കാട്ടി മിടുക്കും കഴിവുള്ളവർ അപ്പുറത്ത് ഇപ്പുറത്ത് ഉള്ളപ്പം അവരെയൊക്കെ വിട്ടേച്ച് നിന്നെ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? നിന്നെ ദൈവത്തിന് ബോധിച്ചത് കൊണ്ടാണ്. നിങ്ങൾ നോക്കി, മനുഷ്യർ നോക്കുന്ന പോലല്ല ദൈവം നോക്കുന്നത്. മിണ്ടുന്നില്ല. ഹല്ലേലൂയ. സ്വതന്ത്രം. എലിശോട് അപ്പം പറഞ്ഞു, നീ പോയി കാളെ പൂട്ടിക്കോടാ. 11 കാളെ പൂട്ടി 12ാമത്തെ കാളയുടെ പറഞ്ഞു, നമ്മുടെ കുടുംബത്തിൽ 4 എലിമേണ്ട, അതുകൊണ്ട് നീ മരവടിയെ കയറി നിൽക്കാൻ പറഞ്ഞു. മേളിയിരിക്കുന്ന ദൈവം പറഞ്ഞു, ദാണ്ട് ഒരുത്തൻ കാളെ പൂട്ടിക്കറി നിൽക്കുന്ന, അവൻ്റെ മേൽ പുതപ്പിട്ടേര്, അവൻ ഒത്തിരി പേരെ അഭിഷേകം ചെയ്യേണ്ടവനാണ്. മിണ്ടുന്നില്ല. അപ്പം ദൈവം നിന്നെ ആള് തെറ്റി തിരഞ്ഞെടുത്തതല്ല, കൃത്യതയോടെ തിരഞ്ഞെടുത്തതാണ്. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ചോദിക്കും, തിരഞ്ഞെടുത്തതിൻ്റെ പിറ്റേ ആഴ്ച എന്നെ ഉപയോഗിക്കാഞ്ഞ് ദൈവത്തിന് സൗകര്യമില്ലായിരുന്നു. മോശ വിളിച്ചത് 40 ലക്ഷത്തിൽ വിളിക്കുക, 80 വർഷം തമ്പുരാൻ മിണ്ടാതിരുന്നു. അവൻ ചോദിക്കുക, എൻ്റെ കർത്താവ് ഉപയോഗിക്കാൻ എന്നെ ചൊവ്വ ഉപയോഗിച്ച എന്നെ അങ്ങ് എടുത്തോണ്ട് പോയാൽ പോരെ? നിന്റെ സമയമല്ല, ദൈവത്തിൻ്റെ സമയം. നീ ഒന്ന് മിണ്ടാതിരിക്കുക. എന്താ നിനക്ക് നന്മ വരാത്തെ? ഒന്ന് മൗനമായിരിക്കുക. 80ാമത്തെ വയസ്സിൽ ഒരു മുൾപ്പടർപ്പിന്റെ ദർശനം, അതവൻ്റെ വഴിത്തിരിവായിരുന്നു. ഓർത്തോണം. ദൈവത്തിന് സ്തോത്രം. നിന്നെ വിളിച്ച വിളി മറന്നിട്ടില്ല. അത് അതിൻ്റെ സമയത്ത് നടക്കും, ആ കൃത്യസമയത്ത് നടക്കും. എത്ര പേര് അതിന് ആമീൻ പറയും? ഞാൻ ഇനി ദൂതിലോട്ട് വരട്ടെ, ഇച്ചിരി ഗഹനമായി. അപ്പോൾ പെന്തിക്കോസ് നാൾ വന്നപ്പം എല്ലാവരും കൂടെ കൂടിയിരുന്ന് സ്തോത്രം പ്രാർത്ഥിച്ചു. അവരെല്ലാവരും അന്യഭാഷ സംസാരിച്ചു. എന്തുവാ അന്യഭാഷ സംസാരിക്കുന്ന സമയത്ത് ഈ ഇരുന്ന് പ്രാർത്ഥിച്ചവരെല്ലാം വന്നവരുടെ ഭാഷ സംസാരിക്കുക. ഇരുന്ന് പ്രാർത്ഥിച്ചവരെല്ലാം ദൂരെ നിന്ന് വന്നവരുടെ ഭാഷ, അതൊന്നും ഞാനിപ്പോൾ വ്യാഖ്യാനിക്കുന്നില്ല, സംസാരിക്കുക. ഞാൻ പറയാം, ഉണർവ് ഇന്നും നിന്നിട്ടില്ല. നിന്നെന്നൊക്കെ ചിലർ പറയുന്നെങ്കിലും നിന്നിട്ടില്ല. ഇന്നും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക. എത്ര പേര് അതിന് ആമീൻ പറയും? അപ്പം ഈ ഉണർവിൻ്റെ ഭാഗമാകുന്നത് ഒരു അനുഗ്രഹമാണ്. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നീ ഒരു ഉണർവിൻ്റെ ഭാഗമാകണം. എത്ര പേര് ആമീൻ പറയാൻ പറ്റും? നീ നിമിത്തം നിന്റെ ദേശത്തൊരു ഉണർവുണ്ടാകണം. നീ നിമിത്തം നിന്റെ പട്ടണത്തിലൊരു റിവൈവൽ ഉണ്ടാകണം. ഓ ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ ദേശത്തൊരു ഉണർവ് പൊട്ടി പുറപ്പെടുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും?